ഹായ്, ഞാൻ ആദിഷ്. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പവർഫുൾ ആയിട്ടുള്ള പുതിയൊരു സീക്രട്ട് പഠിപ്പിച്ചു തരാം. ഈ സീക്രട്ടിൻ്റെ പേരാണ് കോൺസെൻട്രേറ്റഡ് ടെക്നിക്. നിങ്ങൾ മാനിഫെസ്റ്റേഷനിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അഥവാ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ടത്ര സമയം നിങ്ങളോട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇടയ്ക്ക് ബ്ലോക്ക് ചെയ്യും, ഇടയ്ക്ക് തീരെ വിളിക്കത്തില്ല, ഇങ്ങനെയൊക്കെ പരാതികളുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. എന്നിട്ട് ഈ കോൺസെൻട്രേറ്റഡ് ടെക്നിക് എന്ന് പറയുന്ന മാനിഫെസ്റ്റേഷൻ സീക്രട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. വെരി സിമ്പിളാണ്. ഇത് നമ്മൾ പ്രധാനമായിട്ടും അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റുന്നത് 3-6-9 എന്ന് പറയുന്ന മെത്തേഡിലാണ്. എന്ന് പറഞ്ഞാൽ മോർണിംഗിൽ കൃത്യമായി നമ്മളൊരു സമയത്ത് ഒരു പേപ്പറിൽ 3 തവണ ഒരു സെൻറ്റൻസ് എഴുതുന്നു. ഓക്കെ, ഉച്ചയ്ക്ക് അതേ പേപ്പറിൽ തന്നെ വീണ്ടും 6 തവണ സെയിം സെൻറ്റൻസ് എഴുതുന്നു. രാത്രിയിൽ കിടക്കുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ അതേ സമയത്ത് തന്നെ എല്ലാ ദിവസവും 9 തവണ ആ ഒരു സെൻറ്റൻസ് എഴുതുന്നു, സെയിം സെൻറ്റൻസ്. മോർണിംഗിൽ 3 തവണ, ഉച്ചയ്ക്ക് ശേഷം 3 തവണ, സമയം നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, രാത്രിയിൽ 9 തവണ. 3-6-9 മെത്തേഡ് എന്ന് ഇതിനെ പേര് വിളിക്കും. ഇത് തുടർച്ചയായിട്ട് 21 ദിവസം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് ടെക്നിക് എന്ന് പറയുന്നത്. ഇത് അപ്ലൈ ചെയ്താലുണ്ടല്ലോ മാനിഫെസ്റ്റേഷൻ 100% നടക്കും. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനും പറഞ്ഞു തരാനും പോകുന്നത്, നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് നിങ്ങൾക്കെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഇടയ്ക്ക് ബ്ലോക്ക് ചെയ്യുന്നു, ആ പരാതികളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളോട് സംസാരിക്കാനും, ഒത്തിരി നേരം സംസാരിക്കാനും, നിങ്ങൾ അൺബ്ലോക്ക് ചെയ്യാനും, ആ ഒരു ആശയവിനിമയം നല്ല രീതിയിൽ നടക്കാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ സെൻറ്റൻസ് ഞാൻ പറഞ്ഞുതരാം, ഒന്ന് എഴുതിയെടുത്തോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. ബട്ട് നിങ്ങളിത് മോർണിംഗിലും ഉച്ചയ്ക്കും രാത്രിയിലും എഴുതുമ്പോഴാണ് ഇത് പവർഫുൾ ആകുന്നത്. നോട്ട് ചെയ്യുക. ചിത്ര എല്ലാ ദിവസവും എന്നോട് സംസാരിക്കുന്നതിൽ ഞാൻ സന്തോഷവാനാണ്. ഒരു ലേഡിയാണ് ചെയ്യുന്നതെങ്കിൽ സന്തോഷവതിയാണ് എന്നുള്ള രീതിയിൽ ലാസ്റ്റ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ ചിത്ര എന്നുള്ളത് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞ പേരാണ്, അതും മാറ്റി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരിൽ നിന്നാണോ ഇത്തരത്തിലുള്ളൊരു മാറ്റം ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ പേരാണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ചിത്ര എല്ലാ ദിവസവും എന്നോട് സംസാരിക്കുന്നതിൽ ഞാൻ സന്തോഷവാനാണ്. അത് മാക്സിമം ഫീൽ ചെയ്തിട്ട് വേണം നിങ്ങൾ പറയാൻ. പറയല്ല, അത് എഴുതുകയാണ് ചെയ്യുന്നത്. പക്ഷേ എഴുതുമ്പോൾ നമ്മൾ മനസ്സിൽ വായിക്കൂല. അപ്പോൾ അത് മാക്സിമം ഫീൽ ചെയ്തുകൊണ്ട് മനസ്സിൽ പറഞ്ഞ് എഴുതുക. ഓക്കെ, ഇത് കൃത്യമായിട്ട് ഒരു 21 ദിവസം ചെയ്ത് നോക്കിക്കേ. ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് സ്മൂത്തായി കഴിഞ്ഞാൽ പാതി രക്ഷപ്പെട്ടു അല്ലേ? നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പലരുടെയും പരാതിയാണ്, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കേൾക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി സംസാരിക്കാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ കേൾക്കാൻ റെഡിയാണ്, പക്ഷെ എന്നോട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒന്നും പറയുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് റിലേഷൻഷിപ്പിലുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും തിരക്കുകൾ കൊണ്ടൊക്കെ ആയിരിക്കാം. എങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തി അത് വിളിക്കുന്ന ആ ഒരു രീതിയിലോട്ട് ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ നമുക്ക് പറ്റും. ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്താൽ മതി. ഇനി അഡീഷണലായിട്ടൊരു ബോണസ് നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് പ്രയോറിറ്റി നൽകണം, വാല്യൂ നൽകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ നിങ്ങൾക്ക് തരാം. ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങളൊന്ന് മെസ്സേജ് ഇടുക, വാല്യൂ ആൻഡ് പ്രയോറിറ്റി അഫർമേഷൻ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ അയച്ചു തരാം. എൻ്റെ ഫോളോവേഴ്സിനാണ് അയച്ചു കൊടുക്കുന്നത്. നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ആ അഫർമേഷൻസ് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ ഉണർന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബെഡിൽ തന്നെ കിടന്നിട്ട് കണ്ണടച്ചുകൊണ്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുക. ഒറ്റ അഫർമേഷനാണ്. അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ നിങ്ങൾക്ക് പ്രയോറിറ്റി നൽകും,
വാല്യൂ നൽകും. ആ രീതിയിൽ നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷൻ നടത്താനായിട്ട് പറ്റും. ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയണം, അത് പറഞ്ഞിട്ട് എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു അഡ്വൈസ് കിട്ടണം, പെട്ടെന്ന് റിസൾട്ട് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കാതെ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ അഫർമേഷൻ വേണ്ട ആളുകൾ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടോ. പ്രശ്നമുള്ളവർ ഡയറക്റ്റ് വിളിച്ചോ. നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.